നല്ലൊരു മീൻകറിയും കൂട്ടി ചോറിനുമ്പേ ഇതുപോലെ ഇങ്ങനെ ഒരു ചെറുനാരങ്ങയും വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ടുള്ളൊരു വെളുത്ത അച്ചാർ ഞെരടി ഇങ്ങനെ കഴിക്കുമ്പോഴേ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ആ ഒരു ചോറിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാവും കേട്ടോ. അപ്പോൾ അതിനായിട്ട് വേണ്ടത് വെളുത്തുള്ളിയും ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ അധികം വലിപ്പമില്ലാത്ത ചെറുനാരങ്ങയാണ് ഈ ഒരു സംഭവത്തിലേക്കായിട്ട് നല്ല വെളുത്തുള്ളി കുറച്ച് വലുതുമാണ് കേട്ടോ നല്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കുക ആദ്യം തന്നെ. ഇനി വെളുത്തുള്ളിയും ചെറുനാരങ്ങയും കാന്താരി മുളകും നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല രീതിയിൽ തുടച്ചെടുക്കുക. തീരെ ഈർപ്പമില്ലാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മളിതിനെ കട്ടാക്കി എടുക്കാൻ. ചെറുനാരങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒരു പീസിനെ 4 ആക്കി മുറിക്കുക. വലിയ പീസായിട്ട് മുറിക്കുമ്പോഴേ ചിലപ്പം വേസ്റ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നല്ല ഇതുപോലെ ചെറുതാക്കി മുറിക്കുകയാണേ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെളുത്തുള്ളിയും സ്പ്ലിറ്റാക്കി കൊടുക്കുക കേട്ടോ. 2 പീസാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കുക. കാന്താരി മുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. കൂടുതൽ മുളക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ അങ്ങനെ ഇട്ടുകൊടുത്താലും മതി കേട്ടോ. മഴയായത് കാരണം കുറച്ച് കാന്താരിയെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതാ ഇത് മുഴുവനായിട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിണേ. അടുത്ത പരിപാടി ഇതെല്ലാം കൂടിയിട്ട് മിക്സാക്കി കൊടുക്കല കേട്ടോ. ഈ ഒരു കാന്താരി മുളകും വെളുത്തുള്ളിയും ചെറുനാരങ്ങയും എല്ലാം കൂടി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം തിളപ്പിച്ചെടുക്കുന്നിടത്തും കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിലോട്ട് കല്ലുപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് നല്ല മഞ്ഞൾപ്പൊടി കേട്ടോ. ഇത് നാടൻ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതൊന്ന് തിളച്ച് വരുന്ന നേരം നമുക്കിത് ബോട്ടിലാക്കി മാറ്റി വെക്കാം കേട്ടോ. ഇതിങ്ങനെ ബോട്ടിലാക്കുന്ന ടൈമിലേ ആ ഒരു കാന്താരി മുളക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ല കേട്ടോ. വളരെ നല്ല രീതിയിൽ ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം ഇതുപോലെ ഇങ്ങനെ അരിച്ചെടുത്ത് ഒഴിച്ച് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം കൂടുതൽ ശ്രദ്ധിക്കണം. ഇതുപോലെ ഇങ്ങനെ അരിച്ചൊഴിച്ചാലേ ഈ ഒരു സംഭവം അടിപൊളി നല്ലൊരു കളറിലായിട്ട് വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആ മഞ്ഞൾപ്പൊടിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ പൊടികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ ഉണ്ടാവും. ഈ ഒരു സമയത്ത് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ. പെട്ടെന്ന് ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ വിനാഗിരിൻ്റെ ആവശ്യമില്ല. ആ ഒരു രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി ഇത് നല്ല രീതിയിൽ ഒന്നും കൂടി ചൂടാറി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ബോട്ടിലൊക്കെ ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ചാൽ അടിപൊളിയായിട്ടോ. ഇതുപോലെ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് കേട്ടോ. അപ്പോഴേക്കിത് നല്ല രീതിയിൽ ചീഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കി. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നിനും മറക്കണ്ട.